ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബംഗളൂരു അപകടം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ, DNA എൻ്റർടൈൻമെൻറ്റ് എന്നിവയ്ക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. ഒരു വീട്ടിൽ ഒരു കുരുമുളക് തൈ പദ്ധതിയുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ. മുഖ്യമന്ത്രി 13 മുതൽ നിലമ്പൂരിൽ. ബക്രീദ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. IPL വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പരിക്കേറ്റ ആരാധകരെ സഹായിക്കുന്നതിനായി RCB കേസ് എന്ന പേരിൽ ഫണ്ട് രൂപീകരിച്ചു. ഇന്നലെ ബംഗളൂരുവിലുണ്ടായ സംഭവം ദൗർഭാഗ്യകരമാണ്. RCB കുടുംബത്തിന്റെ ഇത് വളരെയധികം വേദനിപ്പിച്ചു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ആരാധകർ എപ്പോഴും കൂടെയുണ്ടാകും. ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു, RCB പ്രസ്താവനയിൽ പറയുന്നു. IPL 2025 ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തി കിരീടം നേടിയ RCB കളിക്കാർക്കുള്ള അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയത്. ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ട് 6 വയസ്സുകാരി ഉൾപ്പെടെ 11 പേരാണ് മരിച്ചത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ അപകടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീം, കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ, ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമായ DNA എന്റർടൈൻമെന്റ് എന്നിവയ്ക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. കബൻ പാർക്ക് പോലീസ് ഫയൽ ചെയ്ത FIR സെൻട്രൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ശേഖർ H. ടെക്കനവർ സ്ഥിരീകരിച്ചു. ക്രിമിനൽ അനാസ്ഥ ആരോപിച്ച് നിരവധി സ്ഥാപനങ്ങളെ പ്രതികളാക്കി സ്വമേധയാ രജിസ്റ്റർ ചെയ്താണ് FIR. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചത് വലിയ ദുരന്തത്തിലാണ്. ആഘോഷ പരിപാടികളുടെ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ഇതുവരെ 11 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായത്തിൽ RCBയുടെ വിജയ പരേഡ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം DNA എന്റർടൈൻമെന്റിനായിരുന്നു. അതേസമയം KSCA ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു വീട്ടിൽ ഒരു കുരുമുളക് തൈ പദ്ധതിയുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ. പരിസ്ഥിതി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വീട്ടിൽ ഒരു കുരുമുളക് തൈ പദ്ധതിയുമായി കുടുംബശ്രീ. അടുക്കളത്തോട്ടത്തിൽ കറുത്ത പൊന്ന് എന്ന പേരിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ നിർവഹിച്ചു. തളിപ്പറമ്പ് ജൈവിക നഴ്സറിയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് കുറ്റിക്കുരുമുളക് തൈകൾ ആണ് ജില്ലയിലെ 81 CDSകളിലെയും അയൽക്കൂട്ടങ്ങൾ, JLGകൾ, IFC എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളുടെയും വീടുകളിൽ എത്തിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 3 ലക്ഷം തൈകളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. ജൂൺ 5 മുതൽ ജൂലൈ 5 വരെയുള്ള കാലയളവിൽ കുറ്റിക്കുരുമുളക് തൈകളുടെ നടീൽ പൂർത്തിയാക്കുന്നത്. കുണ്ടയാട് അംഗനവാടിയിൽ നടന്ന പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ സൈജു പത്മനാഭൻ പദ്ധതി വിശദീകരണം നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, വൈസ് പ്രസിഡന്റ് K. മോഹനൻ, CDS ചെയർപേഴ്സൺ KG ബിന്ദു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV സുധാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N. കാർത്തിയാനി, മെമ്പർ സെക്രട്ടറി MV പവിത്രൻ, ബ്ലോക്ക് കോർഡിനേറ്റർ PV സ്വപ്ന തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ ബലിപെരുന്നാൾ അവധി ശനിയാഴ്ച. കേരളത്തിലെ ബലിപെരുന്നാൾ അവധിയിൽ മാറ്റം. ബലിപെരുന്നാൾ ശനിയാഴ്ച ആയതിനാൽ അന്നേ ദിവസമായിരിക്കും അവധി. നേരത്തെ വെള്ളിയാഴ്ച തീരുമാനിച്ച അവധിയാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. വെള്ളി ഇനി പ്രവൃത്തി ദിനമായിരിക്കും. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ചയായതോടെയാണ് അവധി ദിനം മാറ്റിയത്. ജൂൺ 7 ശനിയാഴ്ചയാണ് സംസ്ഥാനത്ത് പെരുന്നാൾ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം സമുചിതമായി ആഘോഷിക്കും. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെമിനാറുകൾ, കൂട്ടയോട്ടം, ബാഡ്മിന്റൺ മാച്ച്, പെനാൽറ്റി ഷൂട്ട് ഔട്ട് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ നടത്തും. പരിപാടികളുടെ നടത്തിപ്പിനായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലറുമായി ചേർന്ന് സംഘാടക സമിതി രൂപീകരിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP ഡോക്ടർ ശിവദാസൻ കെ സുധാകരൻ, കണ്ണൂർ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ എന്നിവർ രക്ഷാധികാരികളായി പ്രവർത്തിക്കും. KV സുമേഷ് MLA ആണ് സംഘാടക സമിതി ചെയർമാൻ. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാഷ് വൈസ് ചെയർമാനായും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ PK ജഗന്നാഥൻ കൺവീനറായി പ്രവർത്തിക്കും. കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ PK ജഗന്നാഥൻ അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാഷ്, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ബാബു പന്നേരി, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രദീപൻ, വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, കായിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പച്ചത്തുരുത്ത് വ്യാപന പദ്ധതിക്ക് അഞ്ചരക്കണ്ടിയിൽ തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ ഒരു തൈ നടാം പച്ചത്തുരുത്ത് വ്യാപന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് മുൻ MLA KK നാരായണൻ നിർവഹിച്ചു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷനായി. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ കണ്ണാടി വെളിച്ചം ജയരോത്ത് പാലത്തിന് സമീപം ജലസേചന വകുപ്പിന്റെ 40 സെന്റ് ഭൂമിയിലാണ് ഫലവൃക്ഷങ്ങൾ മാത്രമുള്ള പച്ചത്തുരുത്തിന് തുടക്കം കുറിച്ചത്. മാവ്, പ്ലാവ്, ചാമ്പ, സപ്പോട്ട, നെല്ലി തുടങ്ങിയ ഫലവൃക്ഷ തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. ജില്ലയിലെ 275ാമത്തെ പച്ചത്തുരുത്താണിത്. ഇതിന്റെ തുടർന്നുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തകർ ഏറ്റെടുക്കും. ജില്ലയിൽ ഇന്ന് 12 പുതിയ പച്ചത്തുരുത്തുകളാണ് പുതുതായി ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്യാട്ട് പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ M രമേശൻ, PM മോഹനൻ മാസ്റ്റർ, ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സണൽ ലത കാണി, K രജിൻ, KK ജയരാജൻ മാസ്റ്റർ, മമ്പ്രത്ത് മാസ്റ്റർ, PP രാജൻ, KM മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രി 13 മുതൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 13, 14, 15 തീയതികളിൽ നിലമ്പൂർ മണ്ഡലത്തിലെത്തും. വിവിധ LDF പഞ്ചായത്ത് റാലികൾ ഉദ്ഘാടനം ചെയ്യും. 13-ന് വൈകിട്ട് 4-ന് ചുങ്കത്തറയിലും, 5-ന് മൂത്തേടത്തും, 14-ന് വൈകിട്ട് 4-ന് വഴിക്കടവും, 5-ന് എടക്കരയിലും, 15-ന് രാവിലെ 9-ന് പോത്തങ്കലിലും, വൈകിട്ട് 4-ന് കരുളായിലും, 5-ന് അരമ്പലയത്തും പഞ്ചായത്ത് റാലികൾ ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ദിനാചരണ റാലിയും നടത്തി. ജൈവ കർഷകനും റിട്ടയർഡ് KSEB എഞ്ചിനീയറുമായ PK വേണുഗോപാലൻ മാവിൻ തൈ നട്ടുകൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ, ഹെഡ് മാസ്റ്റർ KV മനോജ്, PTA പ്രസിഡന്റ് K സുനിൽ, E സജീവൻ, C മനീഷ്, T ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് P, രമ്യ CM, രോഷ്നി V, രശ്മി SR, രേഖ K എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സനീഷ് PP നന്ദി പ്രകാശിപ്പിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്, റോവർ ആൻഡ് റേഞ്ചർ വിഭാഗം പരിസ്ഥിതി സന്ദേശ റാലി നടത്തി. റോവർ ലീഡർ നിതീഷ് OV, റേഞ്ചർ ലീഡർ വിനീത KT എന്നിവർ നേതൃത്വം നൽകി. കൗൺസിൽ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന M ബാലനെ സൗഹൃദ കൂട്ടായ്മ സ്വീകരണം നൽകി. APJ അബ്ദുൽ കലാം ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ നേതൃസമിതി കൺവീനർ EK സിറാജ് അധ്യക്ഷനായി. PK ബൈജു ഉദ്ഘാടനം ചെയ്തു. AB ശോഭനാദേവി, രവീന്ദ്രൻ കിഴുന്ന, ജനു ഐച്ചങ്ങണ്ടി, രാജീവൻ കാട്ടമ്പള്ളി, C സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. APJ ലൈബ്രറിയുടെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി M ബാലൻ തെങ്ങിൻ തൈ വിതരണം ചെയ്തു. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളി ആഴ്ച അവധി. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ വെള്ളി അവധിയായിരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബക്രീദ് പ്രമാണിച്ച് വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്ന് മന്ത്രി R ബിന്ദുവും അറിയിച്ചു.